ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം റിലീസ് ചെയ്ത വെറും 8 എപ്പിസോഡ് മാത്രമുള്ള ബ്ലഡി ഫ്ലവർ എന്ന ക്രൈം ത്രില്ലർ സീരീസ് ആണ്. ഈ സീരീസ് എനിക്ക് സജസ്റ്റ് ചെയ്തത് വിനയൻ വിനു ആണ്. ഒരു നഗരത്തിൽ കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു. പ്രതിയെ പോലീസുകാർ പിടികൂടുന്നു. കൊലപാതകങ്ങൾ ചെയ്യാനുണ്ടായ കാരണം അറിഞ്ഞ് ഒരു നാട് മുഴുവനും ഞെട്ടുന്നു. പിന്നീട് നാടും നാട്ടുകാരും ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള വിചിത്രമായ കാരണങ്ങൾ കൊണ്ട് കൊലപാതകയായിട്ട് പോലും പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗുവ എന്ന് പറഞ്ഞ നഗരമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ 10ൽ കൂടുതൽ ആളുകളെ കാണാതായിട്ടാണ് ഉള്ളത്. ആരാണ് എല്ലാവരും തട്ടിക്കൊണ്ടുപോകുന്നത്, എന്താണ് അവന്റെ ഉദ്ദേശം എന്നൊന്നും ആർക്കും അറിയില്ല. പോലീസുകാരാണെങ്കിൽ ആ കിഡ്നാപ്പറെ തിരയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ആരോ ഒരാൾ വേറെ ആരുടെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പിന്നെ എങ്ങനെ ഞാനത് തിരിച്ചു തരും, ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, നിങ്ങളെന്തിന് എനിക്ക് പൈസ കടം തരാൻ നിന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാളെ തന്നെ ന്യായീകരിക്കുന്നുണ്ടാകും. സംഭവം ഈ ചങ്ങായി ആ വിളിച്ചയാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചങ്ങായി സ്വയം ഇങ്ങനെ ഓരോ പൊള്ളയായ ന്യായീകരണങ്ങൾ പറയുന്നേ. എന്താ അല്ലേ ഇപ്പൊ കടം കൊടുത്തവന്റെ ഭാഗത്തായി തെറ്റ്. അങ്ങനെ അവൻ സംസാരിക്കുന്നതിനിടയിൽ വേറൊരു സ്ട്രേഞ്ചർ വന്ന് അവൻ അറ്റാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് തട്ടിക്കൊണ്ടുപോയന്റെ വായിൽ തുണി തിരികിക്കൊണ്ട് അവിടെ കിടത്തി അയാളുടെ ബ്ലഡ് ഒക്കെ ഇൻജെക്ട് ചെയ്ത് എടുക്കുന്നുണ്ടാകും. ഇത് വേറെ ആരുമല്ല, കുറച്ചു മുന്നേ കുറെ പേര് ഈ നാട്ടിൽ വെച്ച് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോയത് ഇവനാണ്. പേര് ലീ. ആള് ഏതൊക്കെയോ മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് ഒക്കെ എടുത്ത് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്താ ആളുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാകുന്നില്ല. അതേസമയം പോലീസുകാർക്ക് ഈ ലീ ഇപ്പോഴുള്ള ലൊക്കേഷൻ കിട്ടിയത് കൊണ്ട് അവർ അവിടേക്ക് വരുന്നുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ പ്രോസിക്യൂട്ടർ ചായ ഉണ്ടാകും. ഇതിന്റെ എല്ലാം പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല, അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയാനാ. ഒന്നാമത് ഇവന്മാരുടെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പ്രോസിക്യൂട്ടർ ചാ ഒരു റിച്ച് ഫാമിലിയിൽ പെട്ടതാണ്. അവളുടെ അച്ഛൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അതുവഴിയാണ് അവൾ പ്രോസിക്യൂട്ടർ ആയിട്ട് കയറിയത് എന്നൊക്കെ സംസാരം ആ നാട്ടിൽ ഒട്ടാകെയുണ്ട്. എന്നാൽ അങ്ങനെയല്ല, തന്റെ കഴിവ് കൊണ്ടാണ് തനിക്ക് ഈ ജോലി കിട്ടിയതെന്ന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ തെളിയിക്കണമെന്നുള്ള ഒറ്റ വാശിയാണ് പുള്ളിക്കാരിക്ക്. അവളുടെ അച്ഛനാകട്ടെ ഈ പ്രോസിക്യൂട്ടർ ജോലിയൊക്കെ വിട്ട് അയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അതിനോടൊന്നും താല്പര്യേ ഇല്ല. ആളുടെ ഉള്ളിൽ എപ്പോഴും തനിക്ക് തന്റേതായ കരിയർ ബിൽഡ് ചെയ്യണമെന്നുള്ള തോട്ട് മാത്രമാണ്. സോ എങ്ങനെയും ആ ലീനെ പിടിച്ചിട്ട് അവൻ ആ തൂക്കുകയർ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾക്ക് അവളുടെ കഴിവ് തെളിയിച്ച് നാട്ടുകാരുടെ മുമ്പിൽ താൻ ഈ പൊസിഷനിൽ അർഹയാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ആൾക്ക്. പുള്ളിക്കാരി നേരെ വാ നേരെ പോ മൈൻഡാണ്. എന്തേലും തെറ്റ് കണ്ടാൽ അത് അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും. തന്റെ മുമ്പിലുള്ളത് തന്നെക്കാൾ വലിയ ആളാകട്ടെ ചെറിയ ആളാകട്ടെ പറയേണ്ടത് നല്ല വെടിപ്പായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും ലീ ഉള്ള ലൊക്കേഷനിലെത്തും. ലീ എല്ലാവരും കണ്ടിട്ട് അവരോട് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എത്തിയോ, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോ എന്റെ പേഷ്യന്റിനെ ഒന്ന് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരുത്തനെ കിഡ്നാപ്പ് ചെയ്ത് എന്നിട്ട് അവന്റെ വായിൽ തുണി തിരികെ കയറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്ന് പറയുന്നതിൽ ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. അപ്പൊ അവിടെയുള്ള ഗോങ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ നീ എന്താ ഈ പറയുന്നത്, മിണ്ടാതെ അവിടെ തന്നെ നിൽക്കെന്ന് പറഞ്ഞ് അവൻ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ ചായയോട് ആ പേഷ്യന്റിനെ വേറെ ഒരു ഡോക്ടറിനെ കൊണ്ട് ചികിത്സിപ്പിക്കരുത്, കാരണം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തതിനിടയിൽ വേറെ ഡോക്ടർ ഇവനെ ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇവൻ മരിക്കും, അല്ലെങ്കിൽ പോയ രോഗം തിരിച്ചു വരും എന്ന് പറയുന്നു. ഇവൻ ഇതെന്ത് വട്ടായി വിളിച്ചു പറയുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. ശേഷം അവർ അവനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോകുന്നു. ലീന്റെ വർക്ക്ഷോപ്പിലാണെങ്കിൽ കാണാതായ കുറച്ച് ആളുകളുടെ ബോഡി കിടപ്പുണ്ടാകും, അതും പീസ് ആക്കിയിട്ട്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറായ പാർക്കിനെയാണ്. ആള് മുമ്പ് ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നു, എന്നാൽ ഇപ്പൊ ആൾ ഒരു ഡിഫൻസ് ലോയർ ആണ്. എന്താ കാണുന്ന വെച്ചാൽ പാർക്കിന്റെ മകൾ മിൻസിയോക്ക് ബാറ്റൺ ഡിസീസ് എന്നൊരു ജനറ്റിക് ബ്രെയിൻ ഡിസോർഡർ ഉണ്ട്. ഈ രോഗം നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ പതിയെ ഡാമേജ് ചെയ്യും. അതായത് മെമ്മറി ലോസ് ഉണ്ടാകും, ലേണിംഗ് എബിലിറ്റി കുറയും, ബോഡി ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, മോറോവർ കാഴ്ച ശക്തി വരെ കുറയാൻ തുടങ്ങും. പതിയെ അത് രോഗിയെ മരണത്തിലേക്കായിരിക്കും നയിക്കുക. ഇതൊരു ഇൻക്യൂറബിൾ ഡിസീസ് ആണ്, പക്ഷെ എന്തെങ്കിലും ചികിത്സിച്ച് ഇത് മാറ്റുമെന്നുള്ള ഹോപ്പിലാണ് പാർക്ക്. ഇനിയിപ്പോ അങ്ങനെ ചികിത്സിച്ച് മാറ്റണമെങ്കിൽ തന്നെ നല്ല പൈസ വേണ്ടി വരും. അപ്പൊ പ്രോസിക്യൂട്ടറായി വർക്ക് ചെയ്യുന്ന ടൈം അതിന് മാത്രം സാലറി കിട്ടാത്തത് കൊണ്ടാണ് ആൾ ഡിഫൻസ് ലോയർ ആയിട്ട് മാറിയത്. ഒരുപാട് ക്രിമിനൽസിനെ രക്ഷപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ആൾക്ക് നല്ല തുകയും കിട്ടുന്നുണ്ട്. അത് പോരാഞ്ഞ് ക്രിമിനൽസിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് കൊണ്ട് തന്നെ പല ക്രിറ്റിസിസവും പാർക്കിനെതിരെ വരുന്നുണ്ട്. ബട്ട് ഹി ഡസന്റ് കെയർ അബൌട്ട് ഇറ്റ്. മുമ്പ് പാർക്ക് ഒരാൾ വഴി ഒരു ബയോടെക് കമ്പനിയിൽ മിൻസിയുടെ അസുഖം ചികിത്സിക്കാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ് കാര്യത്തോട് അടുക്കുമ്പോഴേക്കും അവന്മാർ പാർക്കിനെ നൈസായിട്ട് പറ്റിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീൻ എന്ന് പറയുന്നത് ചാ ലീന്റെ അടുത്ത് പോകുന്നതാണ്. നീ കിഡ്നാപ്പ് ചെയ്ത ആളെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞത്? അതെ, അയാൾ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇൻക്യൂറബിൾ ഡിസീസിന് വേണ്ട ക്യൂർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ആളുകളെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. സംഭവം അതിനു വേണ്ടിയാണ് ഇവൻ കുറെ ആളുകളെ കൊന്നത്. അത് കേട്ട് നീ എത്ര പേര് ഇതുവരെ കൊന്നിട്ടുണ്ടെന്ന് ചാ ചോദിക്കുമ്പോൾ ഞാൻ 17 പേരെ കൊന്നിട്ടുണ്ടെന്ന് ലീ പറയുന്നു. പക്ഷെ അപ്പോഴും അവന്റെ കണ്ണിൽ അവൻ ഓരോരുത്തരെയും കൊല്ലുന്നതിനെ അനുസരിച്ച് ലോകത്തെ തന്നെ അവൻ രക്ഷിക്കുകയാണെന്നുള്ള മനോഭാവമാണ്. ഇവിടെ ന്യൂസ് മുഴുവനും ലീയുടെ കാര്യങ്ങളായിരിക്കും ചർച്ച. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പാർക്കിനൊരു കോൾ വരുന്നു. അത് വേറെ ആരും ആയിരിക്കില്ല, പാർക്കിന്റെ ഫ്രണ്ടായ ചോ ആയിരിക്കും. ചോ പാർക്കിനോട്
ചോനോട് ഒന്ന് കാണണമെന്ന് പറയുന്നു. ഈ ചോ മുമ്പ് ഒരു ന്യൂസ് റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ട് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലീ അവന് വേണ്ടി പാർക്കിനെ അവന്റെ പ്രോസിക്യൂട്ടറായിട്ട് വേണമെന്ന് ചോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പാർക്കിനെ ഒന്ന് കൺവിൻസ് ആക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ലീ വലിയ തുകയും ചോക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ബയോടെക് കമ്പനിയിൽ പാർക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ കമ്പനിയായിട്ട് പാർക്കിനെ കണക്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അയാളെയും ലീ കൊന്നിട്ടുണ്ടായിരുന്നു. അതും ചോ പാർക്കിനോട് പറയുന്നു. അത് കേട്ട് പാർക്ക് ഒന്ന് ഞെട്ടുന്നു. ഇവനെന്ത് പണ്ടാരത്തിന് അയാളെ കൊന്നതെന്ന് പാർക്കിന് മനസ്സിലാകില്ല. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, ലീയെ കാണാൻ വേണ്ടിയുള്ള മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യ്. മീൻവയൽ ഇവിടെ ചാക്ക് 2 അസിസ്റ്റൻസ് ഉണ്ട്. അവൾ വന്നിട്ട് അവരോട് ലീന്റെ ലോയർ പാർക്ക് ആണെന്നുള്ള കാര്യം പറയുകയാണ്. ഈ പാർക്കും ചായയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. പാർക്ക് പണ്ട് ലോ പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം പാർക്കിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ചാ. ആ സമയത്ത് പാർക്ക് ചായോട് ഒരു പ്രോസിക്യൂട്ടർ എങ്ങനെയാകണം അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവൾക്കാണ് ലീയുടെ കേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ എന്തായാലും അവൾക്ക് പാർക്കിനെതിരായിട്ട് നിൽക്കേണ്ടി വരും. ശേഷം ചാ അവളുടെ ബോസിന്റെ അടുത്ത് പോയിട്ട് സാർ ലീയുടെ കേസ് എനിക്ക് തന്നെ തരണമെന്ന് ആവശ്യപ്പെടുന്നു. ബട്ട് ഇവളുടെ ഈ സ്വഭാവം ചീഫിന് അത്ര പിടിക്കാറില്ല. ഒന്നാമത് ആളൊരു എടുത്തുചാട്ടക്കാരിയാണല്ലോ. ആരോട് എന്ത് എവിടെ പറയണമെന്ന ബോധമൊന്നും അവൾക്കില്ല. ഇവളുടെ ഈ എടുത്തുചാട്ടവും തന്നിഷ്ടം കൊണ്ട് വേറെ ഫേമിന്ന് ട്രാൻസ്ഫർ ആക്കിയതാണ് ഇവൾ ഇവിടേക്ക്. ചീഫിനോടും പുള്ളിക്കാരി ഇടക്കിടക്ക് തർക്കിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങേര് ഇവൾക്ക് ഇതുവരെയായിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇവൾ കേസൊന്നും ഏറ്റെടുക്കാനുള്ള നിലയിൽ എത്തിയിട്ടില്ല എന്ന രീതിയിലാണ് ഇങ്ങേര് ഇവളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കിം എന്ന് പറയുന്ന വേറൊരു പ്രോസിക്യൂട്ടറിന് ലീയുടെ കേസ് കൊടുക്കാനാണ് പുള്ളി തീരുമാനിച്ചിട്ടുള്ളത്. സോ കിം നിന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടറാണ്. അതിനാൽ ഈ കേസ് അയാൾ നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് ചീഫ് അവളോട് പറയുന്നു. സാർ പാർക്കാണ് ലീയുടെ ലോയർ. ഈ കിമ്മിനെക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ് പാർക്ക്. അതിനാൽ കിം എന്തായാലും ഈ കേസിൽ തോൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു സീരിയൽ കില്ലർ കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മതി, എല്ലാവരും പ്രോസിക്യൂട്ടറിനെ ആയിരിക്കും എടുത്ത് പഞ്ഞിക്കിടുക. അതുകൊണ്ട് പ്രോസിക്യൂട്ടറായ ആരും ഈ കേസ് ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എനിക്ക് തന്നേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും ഈ കേസ് ഹാൻഡിൽ ചെയ്തോളാം എന്ന് അവൾ. അങ്ങനെ അവളുടെ നിർബന്ധം എന്നോളം ചീഫ് അതിന് സമ്മതിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ലീയെ കാണാൻ പോകുന്ന പാർക്കിനെയും ചോയെയും ആയിരിക്കും കാണിക്കുക. നേരത്തെ പാർക്ക് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിലെ പാർക്കിനെ കണക്ട് ചെയ്ത് ഒരുത്തനെ ലീ കൊന്നെന്ന് പറഞ്ഞില്ലേ? അത് പാർക്കിനെ പറ്റിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. പാർക്കിന്റെ മകളായ മിൻസിയോക്ക് ഇങ്ങനെ ഒരു ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ള കാര്യങ്ങളെല്ലാം ലീക്ക് അറിയാം. ലീ ഇൻക്യൂറബിൾ ഡിസീസ് മാറ്റാനുള്ള ക്യൂർ കണ്ടുപിടിക്കാനുള്ള റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിൻസിയോയെ താൻ ചികിത്സിക്കാം, പകരം തന്നെ ഇവിടുന്ന് ഈ കേസ് ജയിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ പാർക്ക് തയ്യാറാകില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിശ്വസിക്കാനാ? ഇവൻ ചുമ്മാ ഓരോന്നും വിളിച്ച് പറയുന്നതാണോ എന്നൊന്നും അറിയില്ലല്ലോ. ഈ പേരും പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാനല്ലേ നിന്റെ ഉദ്ദേശം? ഓ ശരി, ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ക്യൂർ ചെയ്ത പേഷ്യൻസിനെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അപ്പൊ നിങ്ങൾക്ക് താനെ വിശ്വാസം വന്നോളൂ എന്ന് അവൻ കൂളായിട്ട് പറയുന്നു. ശേഷം തിരിച്ചു പോകും വഴി പാർക്ക് ചോയോട് അല്ല നീയും ഇവനും തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? ലീ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അവൻ എന്നെ കാണാൻ എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കണം അവന് വേണ്ടി വാദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതിന്റെ പേരിൽ എനിക്ക് അവൻ കുറച്ച് ക്യാഷും തന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം അവൻ ക്യൂർ ചെയ്ത പേഷ്യന്റിനെയും എനിക്ക് അവൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ ഹെൽത്തിയാണ്. അത് കേട്ട് പാർക്ക് ഓ അങ്ങനെയാണോ, എങ്കിൽ നമ്മൾക്ക് ആദ്യം നീ പറഞ്ഞ ആ പേഷ്യന്റിനെ കാണണം, അറിയണമല്ലോ അവൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. അങ്ങനെ അവർ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. ലീക്ക് ഓൾറെഡി അറിയാം അവനെയും തപ്പി പോലീസ് അവന്റെ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടെന്ന്. കാരണം ലീ തന്നെയാണ് പോലീസുകാർക്ക് അവന്റെ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം അവന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും അവന്റെ ആ മെഡിക്കൽ സ്കിൽ പുറം ലോകത്തെ അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രയൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ പോലീസുകാർക്ക് അവന്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തത്. ഇവിടെ ഗോങ് ചായോട് ഫോറൻസിക് ലാബിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ലീ കൊന്ന ആളുകളുടെ ബോഡിയിൽ നിന്ന് ഒരു കെമിക്കൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കെമിക്കൽ ആയിരുന്നു റീസെന്റ് ആയിട്ട് അമേരിക്ക കണ്ടുപിടിച്ച ന്യൂ മെഡിസിനിൽ ഉള്ളത്. ബട്ട് ഇതൊരു സാധാരണ മെഡിസിനിൽ കാണുന്ന കെമിക്കൽ അല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ടൈപ്പാണ്. കൂടാതെ ഈ ലീ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡന്റ് കാരണം അവൻ കോമയിലായിരുന്നു. അവൻ ആകെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. എന്നാൽ അവൻ കോമയിലായിരുന്ന സമയത്ത് അവന്റെ അമ്മ ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു എന്നൊക്കെ പറയുന്നു. ആൻഡ് വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലീ കൊന്നവരെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരാണ്. ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ള എല്ലാ ക്രിമിനൽസിനെയാണ് ഇവൻ ഈ കൊല്ലുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒരുപാട് പേരെ കൊന്നിട്ടും താൻ ആരെയും കൊന്നിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്നത്. ഇപ്പുറത്ത് ചോ പാർക്കിനെയും കൂട്ടി ലീ മുമ്പ് ക്യൂർ ചെയ്ത പേഷ്യൻസിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ചോ അന്ന് കണ്ട അവസ്ഥയിലായിരിക്കില്ല ആ പേഷ്യന്റ്. കാരണം അയാളുടെ പോയ അസുഖം വീണ്ടും തിരിച്ചു വന്നു. അന്നേരം പാർക്ക് ആ പേഷ്യന്റിന്റെ വൈഫിനോട് ലീ ചികിത്സിച്ച് മാറ്റിയ വേറെ ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്റെ ഫ്രണ്ട് സാങ് വഴിയാണ് ലീ ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. സാങ്ങിന്റെ മകന് പോളിയോ രോഗമായതുകൊണ്ട് തന്നെ നടക്കാൻ പറ്റില്ലായിരുന്നു. ലീ
ലീയുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് ആ കൊച്ചിപ്പ ഭേദമായി എന്നൊക്കെ ആ സ്ത്രീ പറയുകയാണ്. ശേഷം പാർക്കും ചോയും ആ സാങ്ങിന്റെ അഡ്രസ് വാങ്ങിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ലീയെ കാണാൻ പോകുന്ന ചായയാണ്. എന്നിട്ട് നീ കൊന്നതെല്ലാം ക്രിമിനൽസ് ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ ഒരു കാര്യം പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ ഇൻക്യൂറബിൾ ഡിസീസിന് വേണ്ടിയുള്ള ക്യൂർ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റിന് വേണ്ടിയാണ് ഈ ക്രിമിനൽസിനെ എല്ലാം കൊന്നത്. ബട്ട് ഞാൻ ചെയ്തതൊന്നും എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് അവൻ. നീ ഇപ്പൊ ക്രിമിനൽസിനെയല്ല, ആരെ കൊന്നാലും കൊലപാതകം തന്നെയാണ്. ഇനി പറ, ആ ബാക്കിയുള്ള ആളുകളുടെ ബോഡി എവിടെയാ നീ ഡംപ് ചെയ്തത്? എന്നാൽ അവൻ അതിന് ആൻസർ പറയില്ല. ഒരു ഭാഗത്ത് നമ്മുടെ പാർക്കും ചോയും ആ സ്ത്രീ പറഞ്ഞത് പ്രകാരം സാങ് മുമ്പ് വർക്ക് ചെയ്ത സലോണിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ആ സ്റ്റാഫിനോട് സാങ്ങിനെ പറ്റി ചോദിക്കുന്നു. അയ്യോ, സാങ് സ്ഥലം മാറിപ്പോയിട്ട് കുറച്ചായല്ലോ, എവിടേക്ക് അവർ പോയത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് ആ സ്ത്രീ പറയുകയാണ്. ഈ സാങ് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഏതെങ്കിലും സ്ഥലങ്ങളോ അവരെ കണക്ട് ചെയ്യുന്ന ആളുകളെയോ മറ്റോ അറിയാമോ? എനിക്കങ്ങനെ ആരെയും അറിയില്ല. അവരുടെ മകന് ഈ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ വരച്ച ഒരു ചിത്രം ആ ലേഡി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അതൊരു പ്ലേസ് ആയിരിക്കും. അങ്ങനെ പാർക്കും ചോയും ഇനി സാങ്ങും മകനും ആ നാട്ടിലാണോ ഷിഫ്റ്റ് ആയതെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ നാട്ടുകാരോടൊക്കെ സാങ്ങിന്റെയും മകനെയും ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആർക്കും അവരെ അറിയുന്നുണ്ടാകില്ല. ഇവിടെ മറുഭാഗത്ത് ഇത്ര ഡേയ്സ് ആയിട്ടും ലീ കൊന്ന ആളുകളുടെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ചായയോട് അവളുടെ ചീഫ് ചൂടാവുകയാണ്. വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ലീയുടെ ട്രീറ്റ്മെന്റ് വിശ്വസിക്കുന്നുണ്ടെന്ന വ്യാജെ നീയല്ലേ ഇൻക്യൂറബിൾ ഡിസീസിന് വേണ്ട ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്, എന്നോട് അതിനെപ്പറ്റി പറയാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യം എന്റെ എക്സ്പെരിമെന്റ് ഒരു ഉണങ്ങിയ ചെടിയിലായിരുന്നു പരീക്ഷിച്ചത്. ഞാൻ കണ്ടുപിടിച്ച ഒരു ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചപ്പോൾ പിറ്റേ ദിവസം ആ ചെടി പഴയതുപോലെ തന്നെയായി. തുടർന്ന് ഞാൻ എന്റെ വീട്ടിലെ എക്വേറിയത്തിൽ ആ ലിക്വിഡ് കലർത്തിയപ്പോൾ എന്റെ മരിച്ചുപോയ ഗോൾഡ് ഫിഷ് എല്ലാം ജീവൻ വെച്ചു. പിന്നീട് ഞാൻ പരീക്ഷിച്ചത് ഇഞ്ചുവേർഡ് ആയ ഒരു പൂച്ചയുടെ മേലായിരുന്നു. സർപ്രൈസിംഗ്ലി പൂച്ചയുടെ ഇഞ്ചുറി റിക്കവേർഡ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ മരുന്ന് ഒരു മനുഷ്യനിൽ പരീക്ഷിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡെഡ് ബോഡികളെല്ലാം നീ എവിടെയാ കളഞ്ഞതെന്ന് ചാ ചോദിക്കുന്നു. ഇവൾക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഈ അവസാനം ഡംപ് ചെയ്ത ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ ഈ എബിലിറ്റി കോർട്ടിൽ കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് കൂടി അവൻ പറയുന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ എങ്ങനെയാലും വേണ്ടില്ല, ഇവനകത്താക്കി തന്റെ കഴിവ് എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാ അവൻ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അന്നേരം ചാ ഇത്ര നേരം തന്നെ വിശ്വസിച്ച രീതിയിൽ ആക്ട് ചെയ്തതാണെന്നൊക്കെ അവന് മനസ്സിലാകുന്നുണ്ട്. ശേഷം ചാ പറഞ്ഞത് പ്രകാരം ലീ പറഞ്ഞ ആ ബോഡീസ് എല്ലാം ഡംപ് ചെയ്ത ലൊക്കേഷനിലെ അവിടേക്ക് പോലീസുകാരെല്ലാം പോയി സെർച്ച് തുടങ്ങുന്നു. ഇപ്പുറത്ത് പാർക്കും ചോയും സാങ്ങിനെ അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും. ബട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലാതെ ഒരു കാര്യവുമില്ല. ആ സമയത്തായിരിക്കും ഇവർ നേരത്തെ സാങ്ങിനെ അന്വേഷിച്ച് പോയ ആ സലൂണിലെ സ്റ്റാഫില്ലേ, അവർ വിളിച്ചിട്ട് സാങ്ങിന്റെ അഡ്രസ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടും സമയം പാഴാക്കാതെ പാർക്കും ചോയും അവിടേക്ക് തിരിക്കും. അങ്ങനെ അവിടെ എത്തി അവർ വൈകാതെ സാങ്ങിനെ കണ്ടുപിടിക്കും. വേറൊരു ഭാഗത്ത് സെർച്ച് ടീം ലീ ഡംപ് ചെയ്ത ബോഡികളെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഇപ്പുറത്ത് സാങ്ങിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന പാർക്ക് കാണുന്നത് പോളിയോ ബാധിച്ചിരുന്ന സാങ്ങിന്റെ മകൻ നടന്നു വരുന്നതാണ്. ഇത് കണ്ട പാർക്ക് ഞെട്ടിത്തെറിച്ച അവസ്ഥയിലായിരിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 1 കഴിയും. ലീ കണ്ടുപിടിച്ചെന്ന് പറയുന്ന ക്യൂർ അത് ശരിക്കും ഉള്ളതായിരിക്കുമോ? ഇഫ് സോ, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇനി ലീയുടെ വാദം കള്ളമാണെങ്കിൽ സാങ്ങിന്റെ മകൻ എങ്ങനെ ആ രോഗത്തിൽ നിന്ന് റിക്കവറായി? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇനി എങ്ങോട്ടൊക്കെ കഥ പോവുക, എന്താ ഏതാ എന്നൊക്കെ വരും എപ്പിസോഡുകൾ നമുക്ക് കണ്ടറിയാം.